2013 ലോകത്തിലെ ഏറ്റവും വിരൂപമായ ജീവിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജീവിയാണ് ബ്ലോബ് ഫിഷ്. സമുദ്രോപരിതലത്തിൽ നിന്ന് ഏകദേശം 2000 മുതൽ 4000 അടി വരെ താഴെ അതിശക്തമായ ജലമർദ്ദമുള്ള മേഖലകളിലാണ് ഇവ വസിക്കുന്നത്. കടലിന്റെ ആഴങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വിചിത്രമായ നിഗൂഢതയാണ് ബ്ലോബ് ഫിഷ്. ശാസ്ത്രലോകം സൈക്രോലൂഡ്സ് മാർസറസ് എന്ന് വിളിക്കുന്ന ഈ ജീവി 2013 ലോകത്തിലെ ഏറ്റവും വിരൂപമായ ജീവിയായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത്. എന്നാൽ നമ്മൾ ചിത്രങ്ങളിൽ കാണുന്ന ആ സങ്കടഭാവമുള്ള, അതായത് ഉരുകിപ്പോയതുപോലെയുള്ള രൂപമല്ല മത്സ്യത്തിന് യഥാർത്ഥത്തിലുള്ളത് എന്ന് പലർക്കും അറിയാത്ത ഒരു കാര്യമാണ്. സമുദ്രോപരിതലത്തിൽ നിന്ന് ഏകദേശം 2000 മുതൽ 4000 അടി വരെ താഴെ അതിശക്തമായ ജലമർദ്ദമുള്ള മേഖലകളിലാണ് ഇവ വസിക്കുന്നത്. അത്രയും ആഴത്തിൽ ജീവിക്കുമ്പോൾ ബ്ലോബ് ഫിഷ് സാധാരണ മത്സ്യങ്ങളെപ്പോലെ കൃത്യമായ ആകൃതിയുണ്ട്. എന്നാൽ ഇവയുടെ ശരീരത്തിൽ കടുപ്പമുള്ള എല്ലുകളോ ശക്തമായ പേശികളോ ഇല്ല. പകരം വെള്ളത്തേക്കാൾ സാന്ദ്രത കുറഞ്ഞ ജെല്ലി പോലുള്ള ഒരു പദാർത്ഥം കൊണ്ടാണ് ഇവയുടെ ശരീരം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. സമുദ്രത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ഇവയെ പുറത്തെടുക്കുമ്പോൾ മർദ്ദവ്യത്യാസം കാരണം ശരീരം വികസിക്കുകയും ഒരു കൊഴുത്ത പിണ്ഡം പോലെ രൂപം മാറുകയും ചെയ്യുന്നു. നമ്മൾ കാണുന്ന വിരൂപമായ ആ മുഖം യഥാർത്ഥത്തിൽ മർദ്ദം താങ്ങാനാവാതെ ഇവയുടെ ശരീരം തകരുന്നത് കൊണ്ടാണ് സംഭവിക്കുന്നത്. ഭക്ഷണത്തിന്റെ കാര്യത്തിലും ഈ മത്സ്യം വളരെ വ്യത്യസ്തമാണ്. അമിതമായ ഊർജം ചിലവാക്കി ഇരയെ തേടി നടക്കാൻ ഇവയ്ക്ക് താല്പര്യമില്ല. സമുദ്രത്തിനടിയിൽ വെറുതെ ഒഴുകി നടക്കുകയും വായുടെ മുന്നിലേക്ക് അബദ്ധത്തിൽ വന്നു ചേരുന്ന ഞണ്ടുകളെയോ സമുദ്ര ഇരകളെയോ ആഹാരമാക്കുകയാണ് ഇവയുടെ രീതി. നീന്താൻ സഹായിക്കുന്ന സിംപ്ലാഡറുകൾ ഇവയ്ക്കില്ല. കാരണം അത്രയും ആഴക്കടലിലെ മർദ്ദത്തിൽ വായു നിറഞ്ഞ ഇത്തരം അവയവങ്ങൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഓസ്ട്രേലിയ, തസ്മാനിയ, ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളുടെ തീരക്കടലിലാണ് ഇവയെ പ്രധാനമായും കണ്ടുവരുന്നത്. മനുഷ്യർ ഇവയെ ആഹാരമാക്കാറില്ലെങ്കിലും ആഴക്കടലിലെ വലിയ വലകൾ ഉപയോഗിച്ച് മീൻപിടുത്തം ഇവയുടെ നിലനിൽപ്പിന് വലിയ ഭീഷണിയാകുന്നുണ്ട്. പ്രകൃതിയുടെ അത്ഭുതകരമായ അതിജീവന ശേഷിയുടെ അടയാളമാണ് ബ്ലോബ് ഫിഷ്. രൂപഭംഗിയേക്കാൾ ഉപരിയായി അതികഠിനമായ സാഹചര്യങ്ങളിൽ എങ്ങനെ ജീവിക്കാം എന്നതിന്റെ മികച്ച ഉദാഹരണമായി ഈ സമുദ്രജീവി നിലകൊള്ളുന്നു. ഇതിവിടെ അവസാനിക്കുന്നു. വീഡിയോ ഫലപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.